ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യലാണ് കേട്ടോ. എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാത്തിരുന്ന് നമ്മുടെ ഫസ്റ്റത്തെ യൂട്യൂബ് റവന്യൂ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ 2 ദിവസമായി വന്നിട്ട്. അപ്പോൾ ഞാൻ വീഡിയോ ചെയ്യാനായിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടാണ്, മഴയും ഇതൊക്കെ കാരണം നമുക്ക് അങ്ങനെ ലേറ്റിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്നാണ് നമുക്ക് വീഡിയോ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷമായിട്ടുള്ള കാര്യമാണ് കേട്ടോ എനിക്ക്. അപ്പോൾ ഒരുപാട് പേര് എപ്പോഴും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് റവന്യൂ വന്നോ എന്ന്. അപ്പോൾ ഇപ്പോഴാണ് അത് സംഭവം ഉണ്ടായിരിക്കണത്. നിങ്ങൾ ഓരോരുത്തരും തന്ന സപ്പോർട്ടിൽ നിന്നാണ് എനിക്ക് ഈ ഒരു സംഭവം എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കണം കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷം. ഞാനിങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ റവന്യൂ എന്നുള്ള സംഭവത്തിലൊക്കെ എത്തി നിൽക്കുന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റിന്, പിന്നെ എനിക്ക് ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഇങ്ങനെ യൂട്യൂബ് ചെയ്യണം എന്നുള്ള. പക്ഷെ എനിക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ കഴിവുകളും കാര്യങ്ങളൊന്നുമില്ല. ഡാൻസ് കളിക്കാനോ പാട്ട് പാടാനോ അങ്ങനത്തെ യാതൊരു കഴിവില്ലാത്ത ഒരാളാണ് ഞാൻ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്കിങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പ്രത്യേകിച്ച് കഴിവുകളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വിഷമാണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിങ്ങനെ ഫോൺ നോക്കിയിട്ട് സെൽഫി ക്യാമറ ഒക്കെ എടുത്തിട്ട് നമുക്കിങ്ങനെ തന്നെ സംസാരിക്കില്ലേ, അതൊക്കെ എനിക്ക് ഭയങ്കര മടിയുള്ള കാര്യമാണ്. മടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്നെ ഒരു വൃത്തി തോന്നിക്കാത്ത പോലെയാണ് എനിക്ക് തോന്നാറുള്ളത് പണ്ടൊക്കെ കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ചെയ്യാനായിട്ട് ഞാനതിന് എന്താ പറയുക, ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റില്ല എന്നുള്ളതും എൻ്റെ മനസ്സിലുണ്ട്. അങ്ങനെ രണ്ടിൻ്റെ ഇടയിൽ കിടന്ന് നടന്ന സമയത്താണ് മിസ്കാരേജ് ടൈം വന്നപ്പോൾ ജസ്റ്റ് ഒരു എന്താ പറയുക, മൈൻഡ് ഒന്ന് ചേഞ്ച് ആവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ പെട്ടെന്ന് ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആദ്യം ഇങ്ങനെ വീഡിയോസ് ഇട്ടപ്പോൾ അങ്ങനെ വലിയ വ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നെ ഇട്ടിട്ട് വന്നപ്പോൾ ഇങ്ങനെ 1K വ്യൂസ് അതൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം തോന്നിയിട്ടാ. അങ്ങനെയാണ് പിന്നെയും വീഡിയോസ് ഇട്ടത്. പക്ഷെ ഞാൻ തുടങ്ങുന്ന സമയത്ത് ഞാൻ ഒട്ടും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാനത് കുറേ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോകുന്നത് എനിക്കറിയില്ലായിരുന്നു. പക്ഷെ എനിക്ക് അതിൻ്റെ ആ വ്യൂസും അതുപോലെ തന്നെ ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സും കൂടി വരുന്നത് കണ്ടപ്പോഴേ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. അങ്ങനെയാണ് ഓരോ ദിവസം ഇങ്ങനെ പിന്നെയും വീഡിയോസ് ഇട്ട് തുടങ്ങിയത്. ഇപ്പം ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം 2 വർഷം ഇപ്പോൾ ഈ കഴിഞ്ഞ മാർച്ചിലേക്ക് 2 വർഷം കഴിഞ്ഞു. അപ്പോൾ 2 വർഷത്തിനുള്ളിൽ എൻ്റെ റവന്യൂ കിട്ടിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ 2 വർഷം കഴിഞ്ഞു. ഇപ്പോഴത്തെ എൻ്റെ പഴയ ഇപ്പോഴത്തെ വീഡിയോസും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോണ്ടല്ലോ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മൾ ഡെയിലി ഒരേ കാര്യം തന്നെ ചെയ്തിട്ട് വരുമ്പോൾ നമ്മൾ അതിൽ ഒരുപാട് ഇമ്പ്രൂവ് ആവുണ്ടല്ലോ. അത് എനിക്ക് ഇപ്പോഴാണ് നല്ല രീതിയിൽ ഫീൽ ആയത്. എനിക്ക് പണ്ടത്തെ വീഡിയോസുകൾ ഇപ്പോൾ എടുത്ത് നോക്കുമ്പോൾ അയ്യേ ഞാനത് ഇങ്ങനെയെന്ന് തോന്നും. പക്ഷെ നല്ല രീതിയിൽ മാറ്റമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പം നമുക്ക് എത്രയാണ് നമ്മുടെ ഇൻകം കിട്ടിയെന്ന് അറിയാനായിരിക്കും എല്ലാവരും ഇപ്പോൾ ഈ വീഡിയോ കാണാനായിട്ട് വന്നിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് കിട്ടിയ ഇൻകം എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് വലിച്ചു നീട്ടുന്നില്ല, 9,000 സംതിങ് ആണ് നമുക്ക് കിട്ടിയ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ വീഡിയോ കാണുന്ന ചിലർക്കെങ്കിലും തോന്നും, ഓ ഈ ഒരു എമൗണ്ടിനാണോ അവൾ ഇത്രയും വലിച്ചു നീട്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്ന് വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ എന്നെ സംബന്ധിച്ച് ഈ ഒരു എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ എമൗണ്ടാണ്. കാരണം എൻ്റെ സൗകര്യത്തിന് വീഡിയോസ് ചെയ്ത്, അതായത് നമ്മളിപ്പോൾ ഒരു ജോലിക്ക് പോവുകയാണെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള സൗകര്യത്തിനല്ലല്ലോ, അവിടുത്തെ സുപ്പീരിയേഴ്സ് പറയണതിനനുസരിച്ചാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുക. പക്ഷേ ഇത് എൻ്റെ ഇഷ്ടത്തിന് വീഡിയോ ചെയ്ത് എൻ്റെ സമയത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്ത് അങ്ങനെ വീട്ടിലിരുന്ന് ആ കുഞ്ഞു എൻ്റേതായിട്ടുള്ള നല്ല മൊമെൻറ്റ്സുകളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടാണ് ഈ ഒരു ഇൻകം കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് ഭയങ്കര വലിയ എമൗണ്ടും അതിനേക്കാളുപരി ഭയങ്കര വലിയ സന്തോഷമാണ് കേട്ടോ. എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ഇങ്ങനെ കുഞ്ഞു വളർച്ചയിലുണ്ടല്ലോ ഓരോ സമയത്തും ഞാൻ ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സബ്സ്ക്രൈബർ കൂടിയാലും 2 സബ്സ്ക്രൈബർ കൂടിയാലും അതിപ്പോൾ പുതിയതായിട്ട് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്ന ആൾക്കാർക്ക് അറിയാം, നമ്മൾക്ക് ഒരു സബ്സ്ക്രൈബേഴ്സ് കൂടി നമുക്കത് ഭയങ്കര സന്തോഷമാണ്. പക്ഷെ മറ്റുള്ളവരുടെ അടുത്ത് നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ 10 സബ്സ്ക്രൈബർ ആയാൽ കൂടി നമുക്ക് ആ ഒരു സമയത്ത് അത് നമുക്ക് വലിയൊരു കാര്യമാണ്. ഞാൻ 10 ആവുമ്പോൾ 20 ആവുമ്പോൾ 30 ആവുമ്പോഴൊക്കെ ഞാനിങ്ങനെ ഒന്നാമത് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോടാണ് പറയാട്ടോ. അപ്പോൾ അത് ചേട്ടാ എനിക്ക് 10 സബ്സ്ക്രൈബേഴ്സായി 20 സബ്സ്ക്രൈബേഴ്സായി എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര വലിയ സംഭവം. ചിലപ്പോൾ മറ്റുള്ളവർക്ക് കേൾക്കണവർക്ക് അത് വലുതായിരിക്കില്ല, പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഈ 10 പേരായാൽ കൂടി അത് നമ്മളെ ഇഷ്ടപ്പെട്ടിട്ടാണ് അവർ സബ്സ്ക്രൈബ് ചെയ്യണമല്ലോ. അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ച് അതൊരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ എൻ്റെ ഈ യൂട്യൂബിൻ്റെ ആ ജേർണിയിൽ തന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത ആളാണ് കേട്ടോ എൻ്റെ ഹസ്ബൻഡ്. അത് ശരിക്കും പറയാണ്ടിരിക്കാൻ പറ്റില്ല. ശരിക്കും ക്യാമറയ്ക്ക് മുന്നിൽ ആൾ വരുന്നില്ലെങ്കിലും എനിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും, എനിക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും അതൊക്കെ സെറ്റാക്കി തരും.
എല്ലാം ചെയ്തു തരും. പിന്നെ വീഡിയോ എടുക്കാൻ വീഡിയോയിൽ വരാൻ വിളിച്ചു കഴിഞ്ഞാൽ മടിയാന്ന് മാത്രമേ ഉള്ളൂ, വരാൻ ഇഷ്ടമില്ല എന്നുള്ളൂ. പക്ഷെ എൻ്റെ എല്ലാത്തിനും എന്നെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്താ പറയുക, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയല്ലോ. ചിലപ്പോൾ കല്യാണത്തിന് മുന്നാണെങ്കിൽ ഒരിക്കലും, കല്യാണം കഴിഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ തുടങ്ങിയില്ല. കാരണം എൻ്റെ ഒരു ഫാമിലി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങനെ ഇൻസ്റ്റഗ്രാം, യൂട്യൂബിൽ വീഡിയോ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അതൊരു മോശമാണെന്നുള്ളൊരു ധാരണയാണ്. അങ്ങനത്തെ ഒരു ഫാമിലിയാണ്. അത് ചെയ്യാൻ പാടില്ല, ഇത് മോശമാണെന്നുള്ളൊരു ചിന്താഗതി ഉള്ള ഒരു ഫാമിലിയാണ് എൻ്റേത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഹസ്ബൻഡ് വന്നതിന് ശേഷമാണ് ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിച്ച് തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡാണ്. പിന്നെ അതിന് ശേഷമൊക്കെ വീട്ടുകാരെൻ്റെ അച്ഛനായാലും അമ്മയായാലും അനിയനായാലും ഒക്കെ ഇപ്പോൾ നല്ല സപ്പോർട്ടാണ് കേട്ടോ. ഇപ്പോൾ ഉണ്ണിയായതിന് ശേഷം വീഡിയോ എടുക്കാനൊക്കെ ഉണ്ണീനെ നോക്കും. അതുപോലെ തന്നെ വീഡിയോ ഇടുന്നില്ലേ, എന്നും വീഡിയോസ് ഫസ്റ്റ് കാണുന്നത് എൻ്റെ വീട്ടുകാർ തന്നെയാണ്. എൻ്റെ വീഡിയോസ് അമ്മയ്ക്കാണ് ഒരേ വീഡിയോ തന്നെ പിന്നെ ഇരുന്ന് കുറേ വട്ടം കാണും. ഇപ്പം ഫാമിലിയിൽ നിന്നൊക്കെ നല്ല സപ്പോർട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ടറും സബ്സ്ക്രൈബറും എല്ലാം എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡാണ്. അത് പറയാതിരിക്കാൻ പറ്റില്ല. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെന്ന് അതിന് രണ്ട് സൈഡ് ഉണ്ടാവുമല്ലോ. പോസിറ്റീവ് സൈഡും ഉണ്ടാവും, നെഗറ്റീവ് സൈഡും ഉണ്ടാവും. അങ്ങനെ നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം എൻ്റെ നല്ല ഫ്രണ്ട്സ് ആയിരുന്ന കുറേ പേര് തന്നെ നിനക്ക് വട്ടാണോ ഭ്രാന്താണോ എന്ന് ചോദിച്ച സമയം വരെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഞാൻ വീഡിയോസ് ഇടാൻ തുടങ്ങിയ സമയത്ത് നിനക്ക് വട്ടാണോ, നിനക്ക് ഇതിനൊന്നും കഴിവില്ല എന്ന് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞ ആൾക്കാരുണ്ട്. ഞാൻ അവരൊന്നും കുറ്റം പറയല്ല കേട്ടോ. സത്യത്തിൽ എനിക്ക് അങ്ങനെ കഴിവുകളും കാര്യങ്ങളൊന്നും ഇല്ല. അത് ഞാൻ ശരിക്കും അത് സമ്മതിക്കുന്ന സംഭവം തന്നെയാണ്. അപ്പം എൻ്റെ അടുത്ത് അങ്ങനെ ചോദിച്ച ഒരുപാട് പേരുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. എൻ്റെ ഫാമിലിയിൽ നിന്നായാലും ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിന്നായാലും ശരിക്കും അവരെനിക്ക് കറക്റ്റായിട്ട് ഇപ്പോഴും ഓർമ്മ നിൽക്കുന്നുണ്ട് ആ പറഞ്ഞ ഡയലോഗും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അവരുടെ അടുത്തൊന്നും പറയാനൊന്നുമില്ല കേട്ടോ. നമ്മൾ എന്ത് കാര്യം ചെയ്താലും അത് പോസിറ്റീവും നെഗറ്റീവും പറയാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടാവും. നമ്മുടെ ആഗ്രഹം എന്താണോ അത് നമ്മൾ ചെയ്യുക. അതിന് എന്തെങ്കിലുമൊക്കെ നമുക്ക് റിട്ടേൺ കിട്ടും. അത് നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. അങ്ങനെയാണ് എനിക്ക് തോന്നണത് കേട്ടോ. ഇപ്പം എനിക്കുണ്ടല്ലോ എൻ്റെ ചാനൽ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ആഗ്രഹം മിനിമം എൻ്റെ വീഡിയോസ് ഇടുമ്പോൾ 1K വ്യൂസ് കിട്ടിയാൽ മതി. 1K വ്യൂസ് കിട്ടി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വീഡിയോസ് ഇടുമ്പോൾ 1K ആയ അപ്പോൾ എനിക്കുള്ള വ്യൂസായി. ഞാൻ അത്രയും ഉദ്ദേശിക്കണുള്ളൂ, അത്രയാണ് ഞാൻ പ്രതീക്ഷിക്കണുള്ളൂ. വലിയ അതിൽ കൂടുതലായി കഴിഞ്ഞാൽ ഞാനിങ്ങനെ തുള്ളിച്ചാടും കേട്ടോ. എല്ലാവരുടെയും ഒരു വിചാരമുണ്ട്, യൂട്യൂബ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സുഖമാണെന്നുള്ള പരിപാടിയാണ്. എമൗണ്ട് കിട്ടി എന്നൊക്കെ പറയുമ്പോഴേ ചിലർ പറയണ കാര്യമാണ്, സുഖമാണ്, എനിക്ക് സുഖമാണല്ലോ, വെറുതെ ഇരുന്ന് വീഡിയോ ഇട്ടാൽ മതിയല്ലോ എന്നുള്ളൊരു കാഴ്ചപ്പാട് മറ്റുള്ളവർക്കുണ്ട്. പക്ഷെ അതങ്ങനെയില്ല. നമ്മൾ വീഡിയോ ഇടുന്നതിനും അതിലൊരു കഷ്ടപ്പാടുണ്ട്. നമ്മൾ ഈ ഒരു ട്രൈപോഡ് കൊണ്ട് നമ്മളിപ്പോൾ ഡെയിലി വ്ളോഗോ ഫാമിലി വ്ളോഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരാകുമ്പോൾ നമുക്ക് ഡെയിലി വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കാണിക്കണമല്ലോ. അപ്പോൾ ഈ ട്രൈപോഡ് എന്ന് പറയുന്ന സംഭവം കൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവച്ചിട്ട് വേണം നമ്മൾ ഓരോരോ കാര്യങ്ങൾ എടുക്കാനായിട്ട്. അതൊക്കെ എടുത്ത് നമ്മൾ കൂട്ടിച്ചേർക്കണം, എഡിറ്റ് ചെയ്യണം. എഡിറ്റ് ചെയ്ത് ആവശ്യമില്ലാത്തതൊക്കെ കട്ട് ചെയ്ത് സെറ്റാക്കണം. ഇപ്പം നമ്മൾ ഇങ്ങനെ ചെയ്യണ കാര്യങ്ങൾ മാത്രം എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ വോയിസ് കൊടുക്കണമല്ലോ. അപ്പോൾ ചിലപ്പോൾ ഈ വീഡിയോസ് എടുത്ത് വെച്ചത് 2 മണിക്കൂറൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ ചുരുക്കി ഒരു 30 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് ആ ഒരു ലെവലിലേക്ക് ആക്കാൻ വേണം. എന്നിട്ടത് വോയിസ് കൊടുക്കാത്തതാണെങ്കിൽ വോയിസ് കൊടുക്കണം. വോയിസ് കൊടുക്കാനായിട്ട് ഫസ്റ്റ് വട്ടം തന്നെ ശരിയാവണമെന്നില്ല, ഡിസ്റ്റർബൻസും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നമ്മളത് മാറ്റി വീണ്ടും കൊടുക്കണം. അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. പിന്നെന്താ, അപ്പോൾ ഇതൊക്കെ റെഡിയാക്കിയതിന് ശേഷം നമ്മൾ തമ്പനെയിൽ ഉണ്ടാക്കണം. തമ്പനെയിലിന് വേണ്ടിയിട്ട് ഫോട്ടോസ് എടുക്കണം, തമ്പനെയിൽ സെറ്റാക്കണം. അങ്ങനെ ഒരുപാട് പരിപാടി ഇതിൻ്റെ ഉള്ളിലുണ്ട്. അതിന് ശേഷം അപ്ലോഡ് ചെയ്യണം. അപ്ലോഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഡിലീറ്റായിട്ട് വീണ്ടും അപ്ലോഡ് ചെയ്യണം. അങ്ങനത്തെ കുറേ പണികളുണ്ട്. അത്യാവശ്യം കഷ്ടപ്പാടുള്ള ഒരു പണി തന്നെയാണ് ഈ വീഡിയോ എടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ചിലവർ എൻ്റെ അടുത്ത് നേരിട്ട് ചോദിച്ചിട്ടൊക്കെ ഉണ്ടല്ലോ, സുഖമാണല്ലോ വീഡിയോ എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എടുക്കുക, സുഖമായിട്ട് എടുക്കുക, അപ്ലോഡ് ചെയ്യാൻ സുഖമുള്ള കാര്യമില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത്ര എളുപ്പമുള്ള കാര്യമില്ല. അത്യാവശ്യം കുറച്ച് ബുദ്ധിമുട്ടുകൾ എല്ലാ പണിയുടെയും പോലെ തന്നെ ഇതിനുണ്ട് എന്ന് പറയാം. അപ്പോൾ എനിക്കെന്ന് പറയുന്നത് എൻ്റെ ഒരു സന്തോഷമാണ്. ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് മിക്ക ദിവസങ്ങളിലും ഞാൻ ഷോർട്സെങ്കിലും ഇടാൻ ശ്രമിക്കാറുണ്ട്. കാരണം അതെൻ്റെ സന്തോഷമാണ്. ഒരു ദിവസം ഷോർട്സ് ഇട്ടില്ലെങ്കിൽ കൂടി എനിക്ക് ഭയങ്കര ഒരു വിഷമവും, ഇന്ന് ഇട്ടില്ലല്ലോ. അതെൻ്റെ ഡെയിലി റുട്ടീൻ പോലെ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെൻ്റെ ഒരു സന്തോഷമാണ്. ചില നെഗറ്റീവ് കമൻസ് ഒക്കെ വരാറുണ്ട് കേട്ടോ. ഈ സമയത്തും വീഡിയോ ചെയ്യാണ് അങ്ങനത്തെ മോശമായിട്ടുള്ള കമൻസ് വരാറുണ്ട്. പക്ഷെ എൻ്റെ ഒരു സന്തോഷമാണ് ഈ വീഡിയോ ഇടാന്ന് പറയുന്നത്. ഞാൻ ഡെലിവറിക്ക് വേണ്ടിയിട്ട് അഡ്മിറ്റ് ആയ സമയത്തും ഹോസ്പിറ്റലിലേക്ക് പോണ സമയത്തും കുറച്ച് പേരൊക്കെ അറിയാമെന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു.
അതൊക്കെ എന്നെ സംബന്ധിച്ച് അതൊക്കെ ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇട്ടതിന് ശേഷമാണ് കേട്ടോ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയല്ല, നമ്മളറിയാന്നൊക്കെ പറഞ്ഞിട്ട് വരുമ്പോൾ സംസാരിക്കുമ്പോഴൊക്കെ അതൊക്കെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം തന്നെയാണ്. അതൊക്കെ എനിക്ക് യൂട്യൂബ് തന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കാണ്ട് തന്നെയാണ് യൂട്യൂബിൽ വന്നതും അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ ആയതൊക്കെ. ഞാൻ വലിയ സംഭവമായിരുന്നൊന്നല്ല കേട്ടോ ഞാൻ പറയണത്, എൻ്റെ സന്തോഷമാണ് കേട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ യൂട്യൂബിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ എന്നെ പോലെ ഇങ്ങനെ വീഡിയോസ് ഇടാനൊക്കെ താല്പര്യമുള്ളവർ ഡെയിലി ഇട്ടുകൊണ്ടിരിക്കുക. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇടുമ്പോഴേക്കും നമുക്ക് റിട്ടേൺ കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത് കേട്ടോ. അതായത് ഇട്ട് തുടങ്ങുമ്പോഴത്തേക്ക് മോണിറ്റൈസ് ആവുമെന്നൊന്നും വിചാരിക്കരുത്. നമ്മളിങ്ങനെ അതായത് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കണം. ചിലപ്പോൾ കുറച്ച് നല്ല വ്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നാൾ ചിലപ്പോൾ വ്യൂസ് കിട്ടാണ്ടാവും. അപ്പോൾ നമ്മൾ ഡൗൺ ആവാൻ പാടില്ല, പിന്നെയും ഇട്ടുകൊണ്ടിരിക്കണം. എന്തെങ്കിലും ഒരു ദിവസം നല്ല രീതിയിൽ വ്യൂസ് ആയിട്ട് പോകും. ഏതെങ്കിലും ഒരു വീഡിയോ എങ്കിലും ക്ലിക്കായിട്ടൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആവും. പിന്നെ ഈ ഒരു സംഭവത്തിന് നമുക്ക് അങ്ങനെ ഡൗൺ ആവാൻ പാടില്ല. വ്യൂസ് കുറവാണെന്ന് പറഞ്ഞിട്ട് ഡൗൺ ആവാൻ പാടില്ല. നമ്മൾ എത്രത്തോളം വ്യൂസ് കുറവാണെങ്കിലും നമ്മൾ പിന്നെയും പറ്റാവുന്നതും ഡെയിലി വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കണം. ഞാനാണെങ്കിൽ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടാനായിട്ട് ഞാനിങ്ങനെ എന്താ പറയുക ഡെയിലി വീഡിയോസ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്തൊക്കെ ഉണ്ടല്ലോ, ഡെയിലി രണ്ട് ഷോർട്സ് 2-3 വെച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ സബ്സ്ക്രൈബേഴ്സ് കൂടും. അങ്ങനെയൊക്കെയാണ് ചെയ്തിരുന്നത്. വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് വന്നപ്പോഴത്തേക്കും നമ്മുടെ ഉണ്ണിയൊന്ന് ജസ്റ്റ് സീനാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വൈൻഡപ്പ് പറയാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഒരു കുഞ്ഞ് സന്തോഷമാണ് കേട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ നമ്മുടെ വീഡിയോസുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.